ഹായ് ഫ്രണ്ട്സ്, ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഓവർ സ്പൈസി അല്ലാത്ത നന്നാ ടേസ്റ്റ് നല്ല സൂപ്പറായിട്ടുള്ള ഒരു ചിക്കൻ ഡിഷുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അഫ്ഗാൻ ചിക്കൻ. ഇതിനാദ്യം ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിനായിട്ട് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇതെല്ലാം കൂടെ അരച്ചെടുക്കണം. അതും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും തൈരും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കണം. അതിൻ്റെ കൂടെ ഞാൻ അല്പം കടുകെണ്ണയും കൂടി ചേർക്കുന്നുണ്ട്. ഒരു സ്പൂൺ കടുകെണ്ണയും കൂടി ഒഴിക്കുന്നുണ്ട്. അത് നന്നായിട്ട് അതിൽ ടേസ്റ്റ് എല്ലാം പിടിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടാകാനും വേണ്ടിയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. പക്ഷേ ചേർത്ത് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെ ചേർത്ത് നമ്മളിതിനെ മാരിനേറ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കുക. മാരിനേറ്റ് ചെയ്യാനായിട്ട് ഓവർനൈറ്റ് വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. എത്ര കൂടുതൽ സമയം ഇരിക്കുന്നോ അത്രയും കൂടുതൽ ടേസ്റ്റ് ആവും. ഏറ്റവും കുറഞ്ഞത് അരമണിക്കൂറെങ്കിലും വെക്കണം. ഇനി ഇതിനെ ഗ്രേവി നമുക്ക് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യമേ കുറച്ച് മല്ലിയിലയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മൾ മാരിനേഷന് ചേർത്തിട്ടുള്ളതുകൊണ്ട് കുറച്ച് ചേർത്താൽ മതി. ഇതിൽ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 3-4 വെളുത്തുള്ളി, പിന്നെ പച്ചമുളക്, ഒരു 3 പച്ചമുളക്, ഒരു മീഡിയം സൈസ് സവാള, പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ്, ഇതെല്ലാം കൂടി നന്നായിട്ട് അരച്ചെടുക്കുക. ഈ അരപ്പിനകത്തേക്ക് ഒരു 1/2 കപ്പ് നല്ല കട്ട തൈര്, പുളിയില്ലാത്തതായിരിക്കണം, പിന്നെ ഒരു 1/2 കപ്പ് ഫ്രഷ് ക്രീം, ഇത് മിക്സ് ചെയ്യുക. അതിനുശേഷം അതിനകത്തേക്ക് കസൂരിമേത്തി പൊടിച്ചത്, അത് ഒന്ന് ചെറുതായിട്ട് ചൂടാക്കി പൊടിച്ചാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. അതൊരു 1.5 ടീസ്പൂൺ ഇടണം. അതിനുശേഷം 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ ചാട്ട് മസാല, ഒരു അല്പം ഉപ്പ്, ഒരല്പം ഏലക്ക പൊടിച്ചതും, പിന്നെ കുരുമുളക് ഒരു 2 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. എരിവിന് അത് മാത്രമേ ഉള്ളൂ, മുളക് പൊടി ചേർക്കുന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് 2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യണം. ഈ മിക്സിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് ഒരു അരമണിക്കൂർ വീണ്ടും വെക്കുക. ഇനി ഒരു പാൻ എടുത്ത് അതിലേക്ക് അല്പം ബട്ടർ ഇട്ട് ഈ ചിക്കൻ പീസുകൾ ഓരോന്ന് ഈ ഗ്രേവിയിൽ നിന്ന് എടുത്ത് ഇതിലേക്ക് ഫ്രൈ ചെയ്യാൻ ഇടുക. അത് 2 വശവും ഒന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്തെടുക്കണം. ഓവർ കുക്കാകരുത്. ഓവർ കുക്കായാൽ അകത്തെ ജ്യൂസിനെസ് പോയി ഹാർഡായി മാറും. അതുകൊണ്ട് ഓവർ കുക്ക് ചെയ്യാതെ 2 വശവും ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇനി ഈ ഫ്രൈഡ് ചിക്കനെ ഈ അടുപ്പിൽ ഒരു ഗ്രില്ല് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഈ ചിക്കൻ വെച്ച് അതൊന്ന് ഗ്രില്ല് ചെയ്തെടുക്കണം. അതിലൊരു സ്മോക്കി ഫ്ലേവർ വരാൻ വേണ്ടിയാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ ഗ്രില്ലില്ലെങ്കിൽ പിന്നെ ഒരു ചെറിയ പാത്രത്തിൽ 2 ചാർക്കോൾ എടുത്ത് അത് നന്നായിട്ട് ചൂടാക്കിയിട്ട് ചാർക്കോൾ വെച്ച് അതിൽ അല്പം നെയ്യ് ഒഴിച്ച് അതിലൊരു സ്മോക്ക് വരും. അപ്പോൾ എന്നിട്ട് അടച്ച് വെച്ചാൽ മതി ആ പാത്രത്തിൽ വെച്ച്. അപ്പോൾ ഒരു സ്മോക്കി ഫ്ലേവർ വരും. അങ്ങനെ ആയാലും മതി. എന്തായാലും ഒരു സ്മോക്കി ഫ്ലേവർ വരാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും ഈ ഇങ്ങനെ ഗ്രില്ല് ചെയ്തെടുത്താൽ. ഇങ്ങനെ ഓരോ 2 വശവും മറിച്ചും തിരിച്ചും ഇട്ട് അതിലല്പം ബട്ടർ തേച്ച് തിരിച്ചിട്ട് വീണ്ടും ഒന്നുകൂടെ ഒന്നാക്കി എടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റി ആയിരിക്കും. അങ്ങനെ എടുത്ത ശേഷം നമ്മൾ നേരത്തെ ചിക്കൻ ഫ്രൈ ചെയ്യാൻ എടുത്ത ആ പാനിലേക്ക് തന്നെ ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഗ്രേവി ഒഴിച്ച് അതിനെ നന്നായിട്ട് കുറച്ച് നേരം തിളപ്പിക്കണം. അതിൻ്റെ ആ പച്ചച്ചുവയൊക്കെ മാറുന്നവരെ നന്നായി വഴറ്റിയെടുത്ത് അതിലേക്ക് ഈ ചിക്കൻ പീസുകളിട്ട് വീണ്ടും അതിനെ ഒരു 5 മിനിറ്റ് ഓളം നന്നായി പിന്നെയും കുക്ക് ചെയ്യുക. അപ്പോഴേക്കും ആ ചിക്കനിലൊക്കെ നന്നായിട്ട് അതിൻ്റെ ഗ്രേവിയും പിടിച്ച് ഗ്രേവി നല്ല തിക്കായിട്ട് വരും. ഇതിലേക്ക് അല്പം ചാറ്റ് മസാലയും അല്പം ഗരം മസാലയും കുറച്ച് മല്ലിയിലയും തൂവി നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. അങ്ങനെ നമ്മുടെ അഫ്ഗാൻ ചിക്കൻ റെഡിയായി. ഇത് പ്രോപ്പർ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലാണ് ഞാൻ റെഡിയാക്കിയിരിക്കുന്നത്. ഇത് നിങ്ങൾക്കും ട്രൈ ചെയ്യാവുന്നതാണ്. നമുക്കിത് ചപ്പാത്തിയുടെ കൂടെയോ പൊറോട്ടയുടെ കൂടെയോ ബ്രെഡിൻ്റെ കൂടെയോ ഒക്കെ കഴിക്കാവുന്നതാണ്. ഇത് ലൂസായ ഗ്രേവി അല്ല ഇതിൻ്റേത്, കുറച്ച് തിക്കായിട്ടാണ്. എങ്കിലും സൂപ്പർ ടേസ്റ്റിയാണ്. ഒരു പ്രാവശ്യം നിങ്ങൾ എന്തായാലും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. താങ്ക്സ് ഫോർ വാച്ചിങ്.